വിവരവിനിമയ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ലോകത്താകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ കുതിച്ചുചാട്ടം കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിലടക്കം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാവാത്ത വിധം വലിയ നിലക്കുള്ള വിവരവിനിമയമാണ് കേരളീയ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യ വിഭവശേഷിയുള്ള ഒരു സംസ്ഥാനമായി കേരളത്തിന് മാറാൻ ആയത്. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും മലയാളിക്ക് ഒരു അന്തസ്സ് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാധ്യമായത് ഒരു കാലത്ത് ജാതീയമായിട്ടുള്ള അടിച്ചമർത്തലും ജന്മി നാടുവാഴിത്തത്തിൻ്റെ കടുത്ത ചൂഷണവും നിലനിന്നിട്ടുള്ള ഈ കേരളത്തിൽ ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തിയതിൻ്റെ ഫലമായിട്ടാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, കേരളത്തിലെ വർഗപ്രസ്ഥാനങ്ങളാണ്. ജാതീയമായും മതപരമായുമുള്ള വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വർഗാടിസ്ഥാനത്തിൽ കൃഷിക്കാരും തൊഴിലാളികളും സംഘടിച്ചതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവം. അത് സാധ്യമാക്കിയത് കോൺഗ്രസ്സിലെ ഇടതുപക്ഷക്കാരാണ്. കോൺഗ്രസ്സിലെ ഇടതുപക്ഷക്കാർക്കാണ് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ നടത്താനായത്. ഇതിൻ്റെ ഫലമായിട്ടാണ് കർഷക സംഘവും തൊഴിലാളി പ്രസ്ഥാനങ്ങളുമെല്ലാം ഉണ്ടായത്. അപ്പോൾ ജാതി അടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞു നിന്ന ഈ കേരളത്തെ ജന്മി നാടുവാഴിത്തത്തിൻ്റെ ചൂഷണത്തിന് വിധേയമായിട്ടുള്ള ഈ കേരളത്തിലെ കൃഷിക്കാരെ വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു, തൊഴിലാളികളെ വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു. ഈ വർഗപ്രസ്ഥാനങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ്, വളർച്ചയായിട്ടാണ് കേരളത്തിൽ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർന്നു വന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഐക്യ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടനുസരിച്ച് കേരളത്തെ സാമൂഹ്യമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഒക്കെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള നയങ്ങളാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതിൽ വളരെ പ്രധാനം ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ആ ഭൂപരിഷ്കരണം കേരളീയ സമൂഹത്തിൽ വമ്പിച്ച കുതിപ്പാനുണ്ടാക്കിയത്. പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കാനും പാവപ്പെട്ട കൃഷിക്കാരൻ്റെയും തൊഴിലാളിയുടെയും മക്കൾക്കടക്കം പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞ നിലയിലുള്ള ഭരണപരമായിട്ടുള്ള നടപടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ ഈ കേരളത്തിൽ സ്വീകരിച്ചത്. ഇതിൻ്റെ ഫലമായി പൊതുവിദ്യാഭ്യാസം വളരെയധികം ശക്തിപ്പെട്ടു. ആ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായി വിവരവിനിമയ രംഗത്ത് അച്ചടിപ്പത്രങ്ങൾ മാത്രമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ അച്ചടിപ്പത്രങ്ങൾ ഒരു ഗ്രാമമേഖലയിൽ കുറച്ചു മാത്രം എണ്ണം വന്നിരുന്ന കാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് വലിയ നിലക്കാണ് അച്ചടിപ്പത്രങ്ങളുടെ രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടായത്. ഏതാണ്ട് 40 ലക്ഷത്തിലധികം അച്ചടിപ്പത്രങ്ങളാണ് മലയാളികളുടെ വീടുകൾക്ക് മുമ്പിൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഓരോ സുപ്രഭാതത്തിലും. ഇന്നിപ്പോൾ ആ അച്ചടിപ്പത്രങ്ങൾ മാത്രമല്ല, അച്ചടിപ്പത്രങ്ങൾ പോലും ഇൻ്റർനെറ്റ് എഡിഷനുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ ഓരോ വീട്ടിൻ്റെയും അടുക്കളയിലുള്ളവരെ അടക്കം സ്വാധീനിക്കത്തക്ക നിലയിൽ ഇന്ന് വ്യാപൃതമായിരിക്കുകയാണ്. വ്യാപകമായിട്ടുള്ള നിലയിൽ ദൃശ്യമാധ്യമങ്ങൾ വന്നിരിക്കുകയാണ്. ഇതുകൂടാതെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഫലമായി ഇന്ന് മൊബൈൽ ഫോണുകളിലൂടെ അടക്കമാണ് ഇൻ്റർനെറ്റ് കൂട്ടായ്മകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ആ കൂട്ടായ്മകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബക്കളത്ത് രൂപം കൊണ്ടിട്ടുള്ള bakkalam.com. ആ bakkalam.com ഇന്ന് ഒരു വർഷം പിന്നിടുകയാണ്. ആ ഒരു വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടേറെ ആളുകളാണ് ഈ സൈറ്റുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിലെ സംവാദങ്ങളിൽ ഭാഗമാക്കാവുന്നത്. ആ നിലയിൽ ആശയ കൈമാറ്റത്തിൻ്റെ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായി bakkalam.com മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഉദ്ഘാടനത്തിന് ശേഷം ഈ കാലയളവിനുള്ളിൽ
ബക്കളം.കോമുമായി സഹകരിക്കുകയും ആശയ കൈമാറ്റം നടത്തുകയും എല്ലാം ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹാർദമായി അനുമോദിക്കുകയാണ്. ബക്കളം.കോം എന്നത് സാമൂഹ്യ മുന്നേറ്റത്തിനുള്ള ലക്ഷ്യം ഉള്ള ഒരു നവമാധ്യമമാണ്. അപ്പോൾ ആ നവമാധ്യമവുമായി സഹകരിച്ചുകൊണ്ട് സാമൂഹ്യ മുന്നേറ്റത്തെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ പിറകിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി ആശയ സമരം നടത്തുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം ഒരു വർഷം തികയുന്ന അവസരത്തിൽ ഈ .കോമിനെ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.